റൌഫ് അസർ കൊല്ലപ്പെട്ടു. ഒരു വിഷപ്പാമ്പാണ്, നമ്മൾ ഊങ്ങി വെച്ചിരുന്ന വിഷപ്പാമ്പ് കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ സൂത്രധാരനാണ്. നമ്മുടെ എങ്ങനെ 2.5 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുവോ, ഓരോ വിഷപ്പാമ്പുകളെയും നമ്മൾ ഉന്നമിട്ട് ആ ഓപ്പറേഷനിൽ നമുക്ക് തളയ്ക്കാൻ, ഇല്ലാതാക്കാൻ, ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ബസന്ത് ചേരുന്നുണ്ട് ഡീറ്റെയിൽസ് നൽകാൻ. ബസന്ത്, അങ്ങനെ മറ്റൊരു ഭീകരൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നു. എന്താണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ? പ്രജീഷ, ഇന്നലെ നടന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിലാണ് ഇപ്പോൾ മസൂദ് അസറിന്റെ സഹോദരനായ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നത്. കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ സൂത്രധാരകനാണ് റൌഫ് അസർ. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്നലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സായ മർക്കസ് സുബാനല്ല പൂർണ്ണമായും ഇന്ത്യ തകർത്തിരുന്നു. ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ റൌഫ് അസറും ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മസൂദ് അസറിന്റെ സഹോദരിയും ഭർത്താവും അനന്തരവനും ഒക്കെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നെങ്കിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതായത് സുബാനല്ല എന്ന് പറയുന്ന മർക്കസ് സുബാനല്ല എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ പരിശീലന ക്യാമ്പിൽ ഇന്ത്യ നടത്തിയ ആ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരനാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മസൂദ് അസർ എവിടെ എന്നുള്ള വിവരം മാത്രമാണ് ഇനി അറിയേണ്ടത്. എവിടെയാണ് മസൂദ് അസർ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ആളാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും രാജ്യത്തെ ഭീകരാക്രമണത്തിന്റെ കറുത്ത ഏടുകൾ പരിശോധിക്കുമ്പോൾ ഏൽപ്പിച്ച പ്രഹരങ്ങളുടെ ലിസ്റ്റിൽ ആണ് നമ്മുടെ ഈ വിമാന റാഞ്ചൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഊങ്ങി വെച്ചിരുന്ന, നമ്മൾ എണ്ണി ചൂണ്ടിക്കാണിക്കപ്പെട്ട ആള് തന്നെയാണ് ഇപ്പോൾ ഭീകരൻ, തന്നെ കൊടും ഭീകരൻ കൊല്ലപ്പെടുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ നമുക്ക് അറിയിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ലോകത്തിന് മുന്നിൽ നമ്മളുടെ ആക്രമണത്തിന്റെ പദ്ധതിയുടെ ലക്ഷ്യം സംബന്ധിച്ചുകൂടി നമുക്ക് ന്യായീകരിക്കാനും സ്ഥാപിക്കാനും കഴിയുന്ന വിശദാംശങ്ങൾ അല്ലേ ബസന്ത്? പ്രതീക്ഷ, മസൂദ് അസറിന്റെ സഹോദരനാണ് ഈ അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്ന ആള്. ഇത് കൊടും ഭീകരനാണ് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ നോവായി ഇപ്പോഴും നിൽക്കുന്ന കാണ്ഡഹാറിലെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് റൌഫ് അസറാണ് എന്നുള്ളതാണ്. ഈ റൌഫ് അസറിനെ ഇന്നലെ കൃത്യമായ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത്. അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 6 പേർ 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും 10 ബന്ധുക്കൾ, അതായത് മസൂദ് അസറിന്റെ 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും അതോടൊപ്പം എൻ്റെ 4 അനുയായികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന് മസൂദ് അസറിൻ്റെതായിട്ട് ഒരു പ്രസ്താവന ഇന്നലെ വന്നിരുന്നു. അതായത് മസൂദ് അസറിന്റെ സഹോദരിയുടെ ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, മറ്റൊരു അനന്തരവൻ എന്നിവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വന്ന വിവരം. അതോടൊപ്പം മറ്റ് 6 ബന്ധുക്കളും കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മസൂദ് അസർ തന്നെ പറഞ്ഞു, എൻ്റെ 4 സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അനുയായികൾ കൂടി ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം റൌഫ് അസർ കൂടി ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ മുൻനിരയിൽ നിൽക്കുന്ന പലരെയും ഇന്നലത്തെ ആക്രമണത്തിൽ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മസൂദ് അസർ ഇന്നലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ കൊല്ലപ്പെട്ട 14 പേരുടെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മസൂദ് അസറിൻ്റെതായിട്ട് ആകെ വന്നിട്ടുള്ളത് ഒരു പ്രസ്താവനയാണ്. എൻ്റെ ഇന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു, അവരോടൊപ്പം ഞാനും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വരി ആ പ്രസ്താവനയിലുണ്ട്. പക്ഷേ മസൂദ് അസർ ഇന്നലത്തെ ആ സംസ്കാര ചടങ്ങുകളിൽ എത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ ചില സംശയങ്ങൾ വന്നിരുന്നു, മസൂദ് അസറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ ഒരു പാക് സൈന്യം തന്നെ നേരിട്ട് നടത്തിയ സംസ്കാര ചടങ്ങുകളാണ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഈ 14 കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയത്. അതായത് പാകിസ്ഥാൻ പട്ടാളം നേരിട്ട് നടത്തിയ ഒരു സംസ്കാര ചടങ്ങാണത്. പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ മസൂദ് അസർ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. സ്വന്തം സഹോദരിയുടെ ഭർത്താവും അനന്തരവന്മാരും ഒക്കെ കൊല്ലപ്പെട്ട ഒരു സംസ്കാര പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മസൂദ് അസർ വന്നില്ല എന്നുള്ളത് തന്നെ
ദുരൂഹമായി തുടരുന്നു എന്നുള്ളതാണ്. ആ ദുരൂഹത മാറണമെങ്കിൽ മസൂദ് അസർ ഇനി പുറത്തു വരണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്നലെ തന്നെ ഈ ഒരു പ്രസ്താവന മാത്രമായി ഇത് ചുരുങ്ങിയപ്പോൾ ആ സംസ്കാര ചടങ്ങുകളിൽ മസൂദ് അസറിന്റെ അസാന്നിധ്യവും വലിയ ചർച്ചയായിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ് റൌഫ് അസറും കൊല്ലപ്പെട്ടു എന്നുള്ളത്. കാണ്ഡഹാർ വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവരിൽ ഒരാളായ റൌഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും രാജ്യത്തിന് അഭിമാനിക്കാം. നമുക്ക് ഹൃദയം കൊണ്ട് നമുക്ക് ആത്മഹർഷം കൊള്ളാം. കാരണം നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരങ്ങളായിരുന്നു മുംബൈ അറ്റാക്കും അതിനു മുൻപാടിയെ നടന്ന ഈ റാഞ്ചൽ വിമാന റാഞ്ചലുമായി ബന്ധപ്പെട്ട് കൊടുംഭീകരനെ വിട്ടു നൽകാൻ വേണ്ടി വിലപേശൽ തന്ത്രവുമായി പോയ ആ സംഭവത്തിന്റെ ആ നടുക്കുന്ന സംഭവത്തിന്റെ ആസൂത്രകനെ നമ്മൾ ഈ 2.5 പതിറ്റാണ്ടിന് ശേഷം കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ രാജ്യസ്നേഹിക്കും ഹൃദയം കൊണ്ട് അഭിമാനിക്കാം. എന്തായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യം എന്നുള്ള